നമുക്ക് ആനയറ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ശ്രീകണ്ഠേശ്വരത്ത് ഇത്രയും തിരക്ക് പിടിച്ച ഒരു കട കണ്ടിട്ട് ഇറങ്ങി. എന്തുകൊണ്ടായിരിക്കും ഈ കടയിൽ ഇത്രയും തിരക്കെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ ബോർഡ് ശ്രദ്ധിച്ചത്. ഇങ്ങനെ ഒരു ബോർഡിന് പിന്നിൽ എന്തായിരിക്കും? അത്രയ്ക്കും തുച്ഛമായ ലാഭത്തിനായിരിക്കുമോ ഇവിടെ ചായയും കടിയൊക്കെ കൊടുക്കുന്നത്? എന്തായാലും ഒരു ചായയും ഒരു കടിയും വാങ്ങി. തീരെ ചെറിയ പലഹാരങ്ങളൊന്നുമല്ല, നോർമൽ ചായക്കടയിൽ എല്ലാ ചായക്കടയിലും വാങ്ങുന്നത് പോലെ തന്നെയാണ് ഒരു ബജിയും ഒരു മീഡിയം ഗ്ലാസ് ചായയും വാങ്ങി. അവസാനം പൈസ കൊടുത്തപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. ഒരു ചായക്ക് 5 രൂപ, അതുപോലെ തന്നെ ഒരു ബജിക്ക് 5 രൂപയും. ഒരാൾക്ക് ചായയും ഒരു കടിയും കുടിക്കാൻ 10 രൂപ ധാരാളം. അപ്പോഴാണ് ആ ബോർഡ് വെച്ചതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ തിരക്ക് കൂടുന്നതും അതുകൊണ്ടാണല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ആനയറയിലോട്ട് യാത്ര വിട്ടു. ഞങ്ങൾ പേട്ട വഴിയാണ് വന്നത്. പേട്ടയിൽ നിന്നും ആനയറയിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണിത്. സത്യം പറയാലോ, ഈ റോഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഏകദേശം അവിടെ നിന്നൊരു 6 കിലോമീറ്ററോളം റോഡ് ഇതേ അവസ്ഥയിലാണ്. പെട്ടെന്ന് ഇതുവഴി പോകാമെന്ന് കരുതിയാണ് വന്നത്. എന്നാൽ സമയം പോയത് മിച്ചം. ലോർഡ്സ് ഹോസ്പിറ്റലിലോട്ടും കിംസിലോട്ടും പോകുന്ന പ്രധാന ഒരു റോഡും കൂടിയാണിത്. എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ്. പലതവണ തെന്നി വീഴാൻ പോയി. മഴയില്ലാത്തപ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഏത് അവസ്ഥയായിരിക്കും? ഞാൻ ഇത് പറയാൻ കാരണം, ഒരു 4 വർഷം കൊണ്ട് ഈ റോഡ് ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ അവിടെ ചെറിയ രീതിയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ പണി നടക്കുന്നത് കാണാൻ തുടങ്ങിയിട്ടും ഏറെ നാളായി. ഇത് എന്ന് പൂർത്തിയാകുമെന്നും ഒരു പിടിയുമില്ല. സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. തൊട്ടടുത്തൊരു സ്കൂളുമുണ്ട്. എപ്പോഴും തിരക്കേറിയ ഒരു റോഡും കൂടിയാണ്. ഇതിനടുത്തായിട്ട് ഒരു സ്കൂളുമുണ്ട്. രക്ഷകർത്താക്കളെല്ലാം കുഞ്ഞുമക്കളെയും കൂട്ടി ഈ കുണ്ടും കുഴിയുള്ള റോഡിലൂടെയാണ് യാത്ര. നാട്ടുമ്പുറത്തെ റോഡൊന്നുമല്ല, ഇത് നഗരമധ്യത്തിലെ പ്രധാന ഒരു റോഡാണ്. ഒരു 20 മിനിറ്റോളം റോഡിൽ കിടന്ന് സർക്കസ് കാണിച്ച് എത്തേണ്ട സ്ഥലത്തെത്തി. തിരിച്ചു വരുന്ന വഴിക്ക് പുളിശ്ശേരി മാങ്ങയെ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതങ്ങനെ കിട്ടാറില്ല. ഈ ഒരു കടയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അതും മേടിച്ചു. 1 കിലോ 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വടക്കോട്ട് കിട്ടുന്ന നാട്ടുമാങ്ങയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം പുളിശ്ശേരി വെക്കാൻ ഇത് മതി. വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നതെന്നാണ് ഈ മാമൻ പറഞ്ഞത്. ഇതും ശ്രീകണ്ഠേശ്വര സൈഡിലാണ് കേട്ടോ. മാങ്ങയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു കടയാണ്. എപ്പോഴും ഇവിടെ നാട്ടുമാങ്ങകളാണ് കിട്ടാറ്. പിന്നെ തൊട്ടടുത്തായിട്ട് ജ്യൂസ് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. വൈനിടാൻ വേണ്ടി ഞാൻ ആ മുന്തിരി നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും എനിക്ക് കിട്ടി. വൈനിടാനെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഏകദേശം ഒരു 2 കിലോയോളം മുന്തിരി, പൊട്ടിപ്പോയ മുന്തിരിയൊക്കെയാണ്, കേടായതല്ല, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് തന്നു. അങ്ങനെ മുന്തിരിയൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ അട്ടക്കുളങ്ങര വഴിയാണ് വന്നത്. പുതിയ രാമചന്ദ്രയുടെ മുന്നിലെ റോഡ് കണ്ടിട്ട് എന്തോ ഒരു വ്യത്യാസം പോലെ ഞങ്ങൾക്ക് തോന്നി. വ്യത്യാസമല്ല, അവിടെ മൊത്തത്തിൽ അങ്ങ് മാറിയിരിക്കുകയാണ്, ഒരു പച്ചമയം. എന്തായാലും ഈ റോഡൊക്കെ നല്ല ഹൈടെക് ആയിട്ട് ഇപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്ററോളം റോഡ് ഇങ്ങനെയാണ്, പച്ച തൂണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെയാണ്.